ഹലോ. 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 മാർക്കറ്റിൽ വരുന്നുണ്ട് കേട്ടോ. എപ്പോ? വരും. മാർക്കറ്റിലാ? കൂടെ വേറെ ആരെങ്കിലും ഉണ്ടോ? വേറെ ആരുമില്ല, ഒറ്റക്കാ? ഒറ്റക്കേ ഉള്ളൂ. എന്നാ പിന്നെ മാർക്കറ്റിലോട്ട് അങ്ങ് ഷോപ്പിൽ വരൂലേ? ഷോപ്പിൽ വരണമെന്ന് വിചാരിച്ചിരുന്നു. ഷോപ്പിൽ വരണേ. പിന്നെ മാർക്കറ്റ് വരണം, നേരെ ഷോപ്പിൽ വരുന്ന പറഞ്ഞാ പോരെ? ഒന്നല്ല, ഞാൻ മാർക്കറ്റിൽ വരുന്നതാണ്. അപ്പോ ഷോപ്പിലും കൂടി വരാന്ന് വിചാരിച്ചു. എന്നെ കാണാന്. എന്നാ പിന്നെ നമുക്ക് ശരിക്കും കണ്ടാലേ പറ്റൂലേ? നോക്കട്ടെ, നിന്റെ ഷോപ്പില് അവരൊന്നുമില്ലല്ലോ? പിള്ളേരുണ്ടോ? പിള്ളേരെയൊക്കെ ഞാൻ പറഞ്ഞു വിടും. പിള്ളേർക്ക് വലിയ സംശയമാണ് കേട്ടാ. പിള്ളേർക്ക് എന്ത് സംശയം? പിള്ളേരല്ലേ. എന്തോ പരിപാടി ഉണ്ടെന്ന് പിള്ളേർക്ക് തന്നെ തോന്നുന്നു. അങ്ങനെ വലിയ സംശയമുള്ള പിള്ളേരൊന്നുമല്ല. പിള്ളേരൊക്കെ ഡീസൻ്റാ. നീ എത്ര മണിക്ക് എത്തും നേരം? അത് പറ, കറക്റ്റ് സമയം പറ. ഞാൻ പുറപ്പെടുമ്പം വിളിച്ചാൽ പോരെ? പുറപ്പെടുമ്പം വിളിച്ചാൽ മതി. എന്നാ ഒരു കാര്യം ചെയ്യുന്നേ, നേരെ ഷോപ്പിലേക്ക് വാന്ന്. അയ്യോ, നേരെ ഷോപ്പിലേക്ക് വരാൻ പറ്റില്ല. അല്ല, എന്നാ മേടിക്കാനുള്ള മാർക്കറ്റിൽ എന്നാ മേടിക്കണ്ടേ? മാർക്കറ്റിൽ നിന്ന് കുറച്ച് സാധനം വാങ്ങാനുണ്ട്. എന്ത് സാധനം? എന്ത് സാധനം? അത് വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനം. വീട്ടിലേക്ക് ആവശ്യമില്ല, അല്ലാണ്ട് വേറെ ആവശ്യത്തിനൊക്കെയുള്ളതൊന്നുമല്ല. ഒന്നുമല്ല. ഒരു കാര്യം ചെയ്യ്, നീ എന്തായാലും ഞാൻ പറയുന്നത് നേരെ ഷോപ്പിൽ വരുന്നല്ലേ നല്ലേ. മാർക്കറ്റിൽ നിന്നാകുമ്പോ ഈ സാധനം മേടിച്ച സാധനം എല്ലാം എടുത്തിട്ട് വരണ്ടേ വരെ? കുറച്ചല്ലേ സാധനമുള്ളൂ. കുറച്ചേ ഉള്ളൂ. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് എപ്പോ പോവാ ഞാൻ? ഏത് കഴിഞ്ഞിട്ട്? എന്റെ ഷോപ്പിൽ വരണ്ടേ? ഷോപ്പിൽ വരുന്നിട്ട് വരുന്ന കഴിയാനുള്ളേ. പിന്നെ എന്തിനാ ഞാൻ വരുന്നത്? അങ്ങനെ തീരുമാനിച്ചിട്ട് വരുന്നയാ? ഞാൻ ചോദിച്ചാ, ഞാൻ വിചാരിച്ചു വെറുതെ ഷോപ്പ് കാണാൻ വേണ്ടി വരുന്നയാന്ന്. എന്റെ ഷോപ്പ് ഇപ്പൊ ഞാൻ കാണുന്നില്ലേ? അധികം നീ കാണാനുള്ളേ. കാണണ്ട. അല്ല, നിന്നെ കാണാനൊന്നും വന്ന പിന്നെ ഷോപ്പ് കാണാനോ? ഷോപ്പ് അല്ല, ഞാൻ വെച്ച എന്നെ കാണാന്ന് വെച്ചിട്ട് ഞാൻ ഇങ്ങനെ ഷോപ്പിന്റെ അകത്ത് ഉണ്ടാവൂല. അങ്ങനെ കാണാനാണോ? അല്ലേ, ഇപ്പൊ എന്നെ കാണാനും അല്ല ഷോപ്പ് കാണാനും അല്ല. നമുക്ക് നമ്മളെ കാര്യങ്ങൾ നടക്കണോ അല്ലേ? അതിന് വേണ്ടിയില്ലായിരുന്നു. പിന്നെ നീ വേഗം ഇങ്ങോട്ട് വാ. വേഗമൊന്നും വരില്ല, കുറച്ച് സമയം എടുക്കും. എനിക്ക് പാന്റിന്റെ ഉള്ളിൽ നിന്ന് കുതിര കരയാൻ തുടങ്ങി. കരിയുമാടെ ഒന്ന് കൊടുക്കും. അല്ല, അതൊന്ന് വേഗം ഒന്ന് അയക്കണം കേട്ടാ. അതൊക്കെ ഞാൻ വേഗം അയച്ചുതരാം. ഉമ്മ ശരിക്കും എവിടെയാ പോയെന്ന്? മാർക്കറ്റിൽ നിന്ന് പുറത്ത് പോയിട്ട്. നിന്റെ ഉമ്മ എന്റെ മാർക്കറ്റിൽ നിന്ന് പിന്നെ മാർക്കറ്റിൽ സാധനമൊക്കെ മേടിക്കണ്ടേ? അത് പിന്നെ ഉമ്മാക്കുണ്ട്. മാർക്കറ്റില് സാധനം ഇത്ര സമയമില്ലേ? കുറെ സാധനമൊക്കെ മേടിക്കാണെന്ന് വിചാരിച്ചോ. നീ ഒരു കാര്യം ഇവിടെ എത്തിയിട്ടാകുമ്പോ വിളിക്കോ? ഞാന് വീട്ടിൽ നിന്ന് വിടുന്ന വിളിക്കും. നീ മാർക്കറ്റിൽ വരുമോ? എന്നാലേ ഞാനിതിന് മാർക്കറ്റിൽ വരുന്നത് ഇതിന്റെ മുന്നേ നല്ല പ്രശ്നമാകാനാ? വേണ്ട. നമുക്ക് രണ്ടാൾക്ക് ഒരുമിച്ച് പോകുന്ന ഷോപ്പില്. ഉഷാറായി. പിന്നെ നീ ഒന്നും പറയണ്ട. അങ്ങനെ നമ്മളെ ഒരുമിച്ചിരുന്ന ആരും കാണണ്ട. നീ നേരെ ഷോപ്പിൽ വന്നോ, ഞാൻ ഒറ്റയ്ക്ക് ഉണ്ടാവും. നീ മാർക്കറ്റിൽ വന്നാല് നമുക്ക് നിങ്ങളുടെ ഷോപ്പിൽ പോകണമെന്നില്ലല്ലോ. മാർക്കറ്റിൽ വന്ന ഷോപ്പിൽ പോകാണ്ട് പിന്നെ അവിടുന്ന് എനിക്ക് തിരക്കല്ലേ, വേറെ ദൂരെ എവിടെയും പോകേണ്ടി വരും. പിന്നെ വണ്ടിയിലെടുത്തിട്ട് വരണ്ടേ? എവിടെയും പോകണ്ട, ഷോപ്പിലിരുന്ന് ഉള്ളത് സ്ഥലവും. അതൊക്കെ മതി, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഞാനിപ്പോ ഷോപ്പിലെ സാധനം എല്ലാം ഒതുക്കി വെച്ചിട്ട് അതൊരു വിശാലമായ സ്ഥലമായി മാറിയിട്ടുണ്ട്. മണങ്ങാൻ വരാൻ പറ്റൂല. ഇപ്പൊ ശരിക്കും മണങ്ങാൻ പറ്റിയ സ്ഥലമാക്കി വെച്ചിട്ടുണ്ട് ഞാൻ. നീ ശരിക്കും ഒന്ന് മണങ്ങിയാ മതി. മണങ്ങല്ല, കുനിയല്. എനക്ക് അവിടെ കുനിയാൻ വരെ സ്ഥലമില്ല. നല്ല സ്ഥലം ഞാൻ ആക്കിയത്. നീ വെറുതെ ഇങ്ങനെ ചുമ്മാ കുനിഞ്ഞങ്ങ് അവിടെ നിന്നാ മതി. ഞാൻ അന്ന്
ഒരു ദിവസം നീ അങ്ങനെ പറഞ്ഞിട്ട് ഞാൻ വന്നിട്ട് കുഞ്ഞിട്ട് നോക്കുമ്പോ എനിക്ക് നീരാൻ പറ്റിയിട്ടില്ല. നീരാൻ പറ്റാത്തത് വേറെ ഒന്നും കൊണ്ടല്ലോ. പിന്നെ എല്ലാം കയ്യാണ്ട് ഇങ്ങനെ നീരുന്നു. അതുകൊണ്ടല്ല ഇനി അതുകൊണ്ട് ഇടുങ്ങിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട്. ഇടുങ്ങിയ സ്ഥലം തന്നെയാ നല്ലേ. ഇടുങ്ങിയ സ്ഥലത്താണല്ലോ ഏറ്റവും നല്ലേ. നിന്റെ ഈ ആവേശത്തിന് ഞാൻ അങ്ങ് തെറിച്ചു പോവുകയും ചെയ്യും. അത് തെറിച്ചു പോകാണ്ടിരിക്കാനല്ല, ഇടുങ്ങിയ സ്ഥലമാകുമ്പോ തെറിക്കൂല, മനസ്സിലായില്ലേ? അതുകൊണ്ട് എനിക്ക് ശരിക്കും പിടിച്ചാടന്നൂടെ. നല്ല ഉറപ്പുള്ള ചുമരില്ലേ അവിടെ, അത് പിടിച്ചാൽ ഇടുങ്ങിയ സ്ഥലത്ത് കൊണ്ടുപോയിട്ട് അങ്ങനെ ഒരു വിശാലായ സ്ഥലം. വിശാലായ സ്ഥലം നമുക്ക് വേറെ ദിവസം പോവാം. അത് നീ മുൻകൂട്ടി പറഞ്ഞാൽ നമുക്ക്, ഞാൻ കാർ എടുത്ത് വരും, നമുക്ക് ദൂരെ പോവാം. വണ്ടി ഓടിച്ചോണ്ടും കളിച്ചോണ്ടും വണ്ടി ഓടിക്കാം. ഒപ്പിക്കാം, അല്ലാണ്ട് ഒപ്പിക്കാനാ? ഇത്രയും നല്ലൊരു സ്ഥലം ഉണ്ടായിട്ടാ. നിന്റെ ഷോപ്പ് ഞാൻ കാണാതെ ഒന്നുമില്ലല്ലോ. അതെന്നാ പറഞ്ഞ, അത് ഇത്രയും ഐശ്വര്യമുള്ളൊരു ഷോപ്പ് വേറെ ഉണ്ടാ? വരുന്നുണ്ടല്ലോ. അതെന്നാ പറഞ്ഞ, നീ ഇടക്കിടെ വരുന്നൊരു സ്ഥലമാണെന്നത്. അതിനെ അങ്ങനെ മോശമായിട്ടൊന്നും കാണാം, കേട്ടില്ലേ? എന്നിട്ട് ആ ഷോപ്പ് ധാരാളാന്ന്. അതാണെങ്കിൽ അത് മതി. അതെന്താ അതാണെങ്കിൽ അത് മതി? എത്ര നീ എന്നാ പറയുന്നത്, എത്ര കാലം നമ്മൾ അതിലിങ്ങനെ കളിച്ച് നടന്നിട്ടുണ്ട് അതിനകത്ത്. എനിക്ക് വേറെ ഒരു സ്ഥലം കിട്ടില്ല. സ്ഥലം കിട്ടായിട്ടല്ല, നീ ഇതിപ്പം പെട്ടെന്ന് വിളിച്ച് പറഞ്ഞിട്ട്. അല്ല ഞാൻ പിള്ളേർക്കെല്ലാം ഇത് ഇവിടെ പറഞ്ഞിട്ട് ഞാൻ സ്ഥലം കൊണ്ടുവന്നു. ഇപ്പൊ പെട്ടെന്ന് ഇറങ്ങി നടക്കാൻ പറ്റില്ലല്ലോ. ഞാൻ ഷോപ്പിനെ മാറ്റേണ്ടി വരും, വലിയ ഷോപ്പ്. പക്ഷെ ഷോപ്പൊന്നും മാറ്റണ്ടായിരുന്നില്ല. ആ ഷോപ്പ് ഉള്ളതുകൊണ്ടാണ് ഇപ്പൊ കഞ്ഞി പിടിച്ച് പോകുന്നത്, കേട്ടില്ലേ? ഷോപ്പാണെങ്കില് ഷോപ്പ് അല്ല, ഷോപ്പ് തന്നെ. അപ്പൊ നീ എത്തുമ്പോ ഒന്ന് വിളിക്കോ, അല്ല നേരെ വന്നാളെ വിളിക്കാണ്ട്. ഇല്ല, നേരെ അങ്ങ് വരുന്നില്ല. അപ്പൊ ഞാൻ ഈ പിള്ളേരെ എങ്ങനെയെങ്കിലും ഒന്ന് ഇതെന്ന് പറഞ്ഞിട്ടാ പിള്ളേരെ പിടിച്ച് സിനിമക്ക് അയച്ചാലോ? പിള്ളേരോട് സിനിമ കാണാൻ പോടുന്ന പറഞ്ഞിട്ട് വിട്ടാലോ? ഇപ്പൊ അകത്ത് തിരക്കുള്ള സമയമാണ്. പിള്ളേര് ചോദിക്കൂലേ എന്നോട്, സിനിമക്ക് അയക്കുന്നു? ഞാൻ പറഞ്ഞ അങ്ങനെ അയക്കാൻ പറ്റില്ല. ഞാൻ ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഞാൻ രാവിലെ വിളിച്ചു പറയാന്ന് വിചാരിച്ചതാ. പിന്നെന്താ? പിന്നെ ഞാൻ വിചാരിച്ചു അഥവാ പോകുന്നില്ലേ പിന്നെ നീ എന്റെ കച്ചവടം നടക്കൂല. ഒന്നും നടക്കൂല. പറഞ്ഞ എന്തായാലും വരണ്ടേ? ഇനി നീ എവിടെയെങ്കിലും പറഞ്ഞേക്കും എന്ന് വാങ്ങാനോ. അതെവിടെയും പറഞ്ഞേക്കാം. നീ വരാണ്ട് എന്തായാലും വരണം. ഒരു മണിക്കൂർ കൂടിയാലേ? ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കൊണ്ടൊക്കെ എന്താവാനാ? അത് മതി. അപ്പുറം പോയാല് എന്നെ ഉമ്മ വരുതിട്ട് നടക്കും. എന്നാലും ഉള്ള വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നീ വാ. അത്രയും ഞാൻ എന്തെങ്കിലും പറഞ്ഞു എന്നോട്. ഒരു മണിക്കൂറായാലും കുഴപ്പമില്ല. നീ വാ, വന്നിട്ട് നമുക്ക്. ഞാൻ ആടെ എത്തിക്കഴിഞ്ഞാൽ നിന്റെ സ്വഭാവം മാറും. 1 മണിക്കൂറുള്ളത് 2-3 മണിക്കൂറാക്കിട്ട് ആടെ എന്നെ പിടിച്ചു വെക്കും. അങ്ങനെയൊക്കെ അതുകൊണ്ടാണ് ആദ്യം പറയുന്നത്. ഓക്കെ. വേമ്പ